കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും വിനീതമായ വന്ദനം. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യാസമയത്ത് ദൈവവചനത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിപ്പാൻ ദൈവം നൽകിത്തന്ന വിലയേറിയ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുകയും ഈ മഹായോഗത്തിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്ന ഇതിൻ്റെ സംഘാടകരോട് അഭിനന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. സത്യസുവിശേഷം വ്യക്തമായി ദേശത്തോട് വിളിച്ചു പറയുവാൻ വിവിധ നിലകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സേവനങ്ങളെയും വളരെ സന്തോഷത്തോടുകൂടെ അഭിനന്ദിക്കുകയും കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുവാനായി വന്നു ചേർന്നിട്ടുള്ള എല്ലാ ബഹുമാന്യ സഹോദരീ സഹോദരന്മാരെയും ദൈവദാസന്മാരെയും ഞാൻ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ വന്ദനം ചെയ്യുന്നു. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നിന്ന് ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാനായി പത്രോസ്ലീഹ എഴുതിയ ഒന്നാമത്തെ ലേഖനമാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ലേഖനത്തിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങളിൽ നിന്നായിരിക്കും ഇന്ന് രാത്രിയിലെ പ്രസംഗം മുമ്പോട്ട് പോകുന്നത്. ദൈവത്തിൻ്റെ തിരുവചനം നമ്മുടെ പ്രാണനെ തണുപ്പിക്കുകയും മുറിവുകളെ കെട്ടുകയും കണ്ണുകളെ പ്രകാശിപ്പിക്കുകയും നിത്യജീവൻ നൽകിത്തരുവാൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന തിരുവചനത്തിൻ്റെ കേൾവിക്കായി ഹൃദയം തുറന്ന പ്രാർത്ഥനയോടുകൂടെ വിശുദ്ധ ബൈബിളിലെ പുതിയ നിയമത്തിലെ പത്രോസ് എഴുതിയ ലേഖനം ഒന്നാമത്തെ ലേഖനത്തിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൻ്റെ 3 മുതൽ നമുക്ക് 9 വാക്യങ്ങൾ വായിക്കാം. 3 മുതൽ 9 വരെ. തന്റെ മഹത്വത്താലും വീര്യത്താലും 1 പത്രോസ് 1-ാം അധ്യായം 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അതിൽ നിങ്ങളിപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവേ, ഈ പരസ്യ സ്ഥലത്ത് അങ്ങയുടെ നാമത്തിൽ കൂടി വരുവാൻ ഞങ്ങളെ അനുവദിച്ചതിനായി സ്തോത്രം. കർത്താവേ, അങ്ങയുടെ വചനം ഇവിടെ തുറന്നിരിക്കുകയാണ്. അങ്ങ് തന്നെ ജനത്തിൻ്റെ ഹൃദയത്തെ തുറക്കണമേ. വചനം ഗ്രഹിക്കുവാൻ കൃപ നൽകണമേ. ശാരീരികമായി മാനസികമായി നിൻ്റെ ജനത്തെ സൗഖ്യമാക്കണമേ. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ശരീരത്തിലും മനസ്സിലും വ്യത്യസ്തമായ ഒരനുഭവം, ഒരനുഗ്രഹം ഉണ്ടാക്കുവാൻ സഹായിക്കണമേ.
കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്പർശനം ഞങ്ങൾക്ക് തരണമേ. വചനത്തിൻ്റെ വലിയ മഹത്വം ഞങ്ങൾക്ക് തരണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ 3.5 മണിക്കൂർ യാത്ര ചെയ്താണ് ഇന്നിവിടെ വന്നത്. കേരളത്തിലെ ഭക്തജനങ്ങൾക്ക് വിശേഷപ്പെട്ട ഒരു ദിനമാണ് ഇന്ന്. വിശേഷാൽ ഈ എരുമേലി, റാന്നി ഭാഗങ്ങളിലെല്ലാം എനിക്ക് തോന്നുന്നു അവധി പോലും പ്രഖ്യാപിച്ചിരിക്കുന്നു. ഭക്തജനങ്ങളുടെ വലിയ പ്രവാഹം ഇന്ന് ഈ ഭാഗങ്ങളിലെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ യാത്രാ ക്ലേശവും ഉണ്ടായിരുന്നു. ദൈവവിശ്വാസം വിവിധ നിലയിലാണ്. ഓരോരോ മതങ്ങളിൽ ഓരോരോ വിശ്വാസങ്ങളുണ്ട്. ഒരാളുടെ വിശ്വാസത്തെ വേറൊരാൾ പുച്ഛിക്കുന്നത് അപരാധമാണ്. പുച്ഛിക്കാനോ പരിഹസിക്കാനോ ആർക്കും അവകാശം ഇല്ല. അവനവൻ്റെ വിശ്വാസം അവനവനെ രക്ഷിക്കുമെന്ന് ഒരു ചൊല്ല് നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ ചൊല്ലുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ബൈബിളിൽ അങ്ങനെ ഉണ്ടെന്ന് പറയാതിരുന്നാൽ മതി. ബൈബിളിൽ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവനവൻ്റെ വിശ്വാസം അവനവനെ പൊറിപ്പിക്കുമെന്നോ രക്ഷിക്കുമെന്നോ ബൈബിളിൽ ഇല്ല. ബൈബിളിൽ ഇല്ലാത്ത പല സാധനങ്ങളും ബൈബിളിലുള്ളതാണെന്ന് ഓർത്ത് സത്യക്രിസ്ത്യാനികൾ പോലും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. സത്യവിശ്വാസം ഏതെന്ന് തിരിച്ചറിയാൻ ദൈവം തമ്പുരാൻ എല്ലാവർക്കും അവസരങ്ങളെ ഒരുക്കുന്നു. കർത്താവ് ഭൂമിയിൽ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു: പിതാവേ, നിന്റെ വചനം സത്യമാകുന്നു, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. സത്യമറിയുമ്പോൾ നിങ്ങൾ സ്വതന്ത്രരാകും എന്ന് മറ്റൊരിടത്ത് പറഞ്ഞിരിക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു എന്നും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി നിൽക്കുവീനെന്ന് സുവിശേഷകന്മാർക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. ആരാണ് ലജ്ജിക്കാൻ സംഗതി ഇല്ലാത്ത വേലക്കാരൻ? ആരാണ്? സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുന്നവനാണ്. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുന്നവന് ലജ്ജിക്കാൻ ഒക്കത്തില്ല, ലജ്ജിക്കുകയുമില്ല. അപ്പോൾ ദൈവവചനത്തിൻ്റെ കേൾവിക്ക് ആഗ്രഹമുള്ള ആളുകളാണ് ഇന്ന് രാത്രിയിൽ ഇവിടെ വന്നിരിക്കുന്നത്. ശാരീരിക ക്ഷീണങ്ങളെ പോലും വകവെക്കാതെ ഈ മഞ്ഞുള്ള രാത്രിയിൽ ഈ യോഗത്തിന് വന്നിരിക്കുന്ന പ്രായമുള്ള ആളുകളെ ഞാൻ ശ്രദ്ധിച്ചു. അതെ, വചനം കേട്ടാൽ ക്ഷീണങ്ങൾക്കൊരു കുറവ് കിട്ടും, മനസ്സിനൊരു ഉന്മേഷം ഉണ്ടാകും, പ്രത്യാശയെക്കുറിച്ച് ഒന്നുകൂടെ ഓർക്കാനും കണ്ണു തുറക്കാനും ഇടയാകും. ആകയാൽ വചനത്തിനായിട്ട് താല്പര്യമുള്ളവരാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ വചനങ്ങളെ പൂർണ്ണമായി പിൻപറ്റുന്നവരും അനുസരിക്കുന്നവരും ഈ കേൾവിക്കാരുടെ കൂട്ടത്തിലുണ്ട്. വചനത്തിൻ്റെ സത്യങ്ങളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവർ ഈ കേൾവിക്കാരുടെ കൂട്ടത്തിലുണ്ട്. ഈ പ്രസംഗത്തെ വിമർശന ബുദ്ധിയോടുകൂടെ കാണുന്നവരും കേൾവിക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കും ഇത് ശ്രദ്ധിച്ച് കേട്ടാൽ പ്രയോജനം ഉണ്ടാകും. കർത്താവ് എനിക്ക് തന്ന നിയോഗമനുസരിച്ച് വളരെ ശാന്തമായും ലളിതമായും, കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഒരു ക്ലാസ് രൂപത്തിലും സംസാരിക്കണമെന്നാണ് എൻ്റെ ഉൾപ്രേരണ. അതിന് കാരണം ഇവിടുത്തെ ഈ ശാന്തതയാണ്. ഇത്രയും ശാന്തതയുള്ളിടത്തെങ്കിലും ഒരു ബൈബിൾ ക്ലാസ് എടുത്തില്ലെങ്കിൽ പിന്നെ എവിടെ പോയിട്ടാണ് എടുക്കുന്നത്? പലവിധമായ ഒച്ചയും ബഹളവും ഒക്കെ ഉള്ളിടത്ത് ഒരു കൺവെൻഷൻ രീതിയെ പറ്റത്തുള്ളൂ. പക്ഷേ വചനം പഠിപ്പിക്കാൻ അവസരം കിട്ടുന്നിടത്തോളം കാലം
അത്രയും സുന്ദരമായൊരു കാര്യം വേറെ ഒന്നും ഭൂമിയിലില്ല. നമുക്ക് ഏകദേശം 1 മണിക്കൂർ സമയം കുറ്റം തീർന്ന് കിട്ടും. അത് നമുക്ക് വചന പഠനത്തിനായിട്ട് ഉപയോഗിക്കാം. വചനം വായിച്ച ദേവദാസനെ ഒട്ടുമി വായിച്ച വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കാമോ? നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്ധമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കാമോ? അവിടെ നാം പ്രാപിച്ച ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താ പ്രാപിച്ചെന്ന് ശ്രദ്ധിച്ചോ? ആത്മരക്ഷ പ്രാപിച്ചു. പരിണിതഫലമായി എന്ത് ലഭിച്ചു? പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിച്ചു. ശരിയാണോ ഈ പറയുന്നത്? ആത്മരക്ഷയും ആനന്ദവും, ഇതാണ് ഒന്നാമത്തെ വിഷയം. സ്തോത്രം, 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 സ്തോത്രം. ആത്മരക്ഷയും ആനന്ദവും. ഹല്ലേലൂയ. ആ ആനന്ദം എന്ന് പറയുന്നത് എന്ത് ആനന്ദം എന്ന് അവിടെ ഉണ്ട്. പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുന്നു. എന്താനന്ദം? എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം, അതും മനോഹരം, എന്ത് സന്തോഷം മാം പുതു ജീവിതം. ബാക്കി പിന്നെ പാടാം. ഇതൊക്കെ എഴുതി വെച്ച ആൾക്ക് സന്തോഷമുണ്ടെന്നല്ലാതെ പാടുന്നവർക്ക് സന്തോഷമുണ്ടോ? ഏതായാലും അന്നൊക്കെ എഴുതിയവർക്ക് സന്തോഷമുണ്ട്. കാരണം എഴുതാൻ വേണ്ടി എഴുതിയതല്ല, ഒരു കാസറ്റ് ഇറക്കണമെന്ന് കുറെ ദിവസമായിട്ട് വിചാരിച്ചപ്പോൾ 2 പാട്ടങ്ങ് എഴുതി. അങ്ങനെ എഴുതിയതല്ല. കേട്ടിട്ട് ഉറക്കം വരാത്ത രാത്രികൾ, അസ്ഥിയെ തകർക്കുന്ന പോലെയുള്ള നിന്നയുടെ നടുവിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നൽകിയ വരികളാണ് അന്നത്തെ ഗാനങ്ങൾ. നിന്നെ വിളിച്ചവനുണ്മയുള്ളോൻ, കണ്ണിൻ മണി പോലെ കാത്തിടുമേ. നിന്നെ വിളിച്ചവനുണ്മയുള്ളോൻ, കണ്ണിൻ മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വഴുതാതെ അവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ഞാൻ കേട്ടത് മുട്ടക്ക് ഇവറീച്ചനാണ് ഈ പാട്ട് എഴുതിയെന്ന. അദ്ദേഹം ഭൂമിയിൽ ഉണ്ടിപ്പോഴും നല്ല വാർദ്ധക്യത്തിൽ സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. കടുത്ത പട്ടിണിയുടെ നടുവിൽ, താങ്ങാനാവാത്ത നിന്നയുടെ നടുവിൽ എഴുതിയ പാട്ടാണത്. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവൻ, മരുഭൂ പ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ. പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുന്നു. ലോട്ടറി അടിച്ചപ്പോഴല്ല, മകന് ജോലി കിട്ടിയപ്പോഴല്ല, കിണറ്റി വെള്ളം കണ്ടപ്പോഴല്ല, റബ്ബറിന് വില കൂടിയപ്പോഴുമല്ല, ആത്മരക്ഷ പ്രാപിച്ചപ്പോ. റബ്ബറിന് വില കൂടിയപ്പോ സന്തോഷിച്ചവർ ഇപ്പൊ കരഞ്ഞോണ്ടിരിക്കുക. വെട്ടാനുള്ള കൂലി പോലും കിട്ടുന്നില്ലെന്നാ പറയുന്നത്. ആത്മരക്ഷയിൽ ആനന്ദിക്കുന്നവൻ മരണക്കിടക്കയിലും ആനന്ദിക്കും. ആത്മരക്ഷയിൽ ആനന്ദിച്ചവൻ രോഗക്കിടക്കയിലും ആനന്ദിക്കും. ആത്മരക്ഷയിൽ ആനന്ദിച്ചവൻ പ്രതികൂലത്തിലും ആ ആനന്ദം ചോർന്നു പോകുകയില്ല.
ആത്മരക്ഷയിൽ ആനന്ദിച്ചവൻ അവൻ എപ്പോഴും ആനന്ദിക്കും. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട്. ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. 4-ാം സങ്കീർത്തനം 7-ാം വാക്യം ഇതിന്റെ കൂടെ ചേർത്താൽ സുന്ദരമായിരിക്കും. ഒന്നങ്ങ് ചേർത്തോ. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. എഴുത്തുകാരന്റെ പേരറിയാമോ? ദാവീദ്. ദാവീദിന് ലോകപ്രകാരമുള്ള സന്തോഷം കാശ് കൊടുത്ത് മേടിക്കാൻ കാശുണ്ടോ? അറിയാവുന്നവർ പറഞ്ഞേ. ഉണ്ടോ? ഉണ്ട്. ദാവീദിന്റെ എത്ര പൈസ ഉള്ളവരും ഇവിടെ കാണുമോ? ദാവീദിന്റെ ഒരു ബാത്റൂമിന്റെ അത്ര ഇല്ല നമ്മുടെ വീട്. ഈ മനുഷ്യൻ പറയുക, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ നാട്ടുകാർക്ക് ഉണ്ടായതിലധികം സന്തോഷം ദൈവം എനിക്ക് തന്നു. ഇത് വെറുതെ വായിക്കുകയാണോ? ഇതിനകത്ത് എന്തെങ്കിലും കഥയുണ്ടോ? ഭൗതികമായ സന്തോഷത്തിന്റെ ക്ലൈമാക്സ് കണ്ടവരാണ് ഈ രാജാക്കന്മാർ. ഈ രാജവാഴ്ച ഉള്ളിടത്ത് ഇപ്പോഴും അങ്ങനെ തന്നെ. അവർക്ക് എന്തൊക്കെ വേണോ അതെല്ലാം അവർ മേടിക്കും. അതൊന്നും ജനാധിപത്യത്തിൽ അങ്ങനെയൊന്നും പറ്റുകയില്ല. ജനാധിപത്യത്തില് എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ അടുത്ത മന്ത്രിസഭ വരുമ്പോൾ ഈ മന്ത്രി ജയിലിലായിരിക്കും. അതുകൊണ്ട് കുരുത്തക്കേടൊക്കെ കാണിച്ചാലും നോക്കി കണ്ടൊക്കെ കാണിക്കുള്ളൂ. ഒരു പുള്ളിക്കാരത്തി കസേര ചുമന്നുകൊണ്ട് പോകുകയില്ലായിരുന്നു. പോകുന്നിടത്തെല്ലാം പുള്ളിക്കാരത്തി ഒരു പോലീസിനെ കൊണ്ട് കസേര ചുമപ്പിക്കും. ഇപ്പൊ എന്നിട്ട് എന്ത് ചെയ്യും? അപ്പൊ ഈ വേറെ ആരും ഇരുന്ന കസേരയിൽ ഇരിക്കുകയില്ല. ജയിലിലാവുമ്പോഴോ ഇതാണ് ജനാധിപത്യത്തിലെ കളി. പക്ഷെ രാജവാഴ്ചയിൽ ഇതൊന്നുമില്ല. എന്നാ കാണിച്ചാലും കുഴപ്പമില്ല. അങ്ങനെ സ്വേച്ഛാധിപതിയായി വാഴാനുള്ള എല്ലാ ആസ്തിയുള്ള ദാവീദ് പറയുകയാണ്, ഭൗതികം കൊണ്ട് കിട്ടാവുന്നതിനേക്കാൾ വലിയ സന്തോഷം ദൈവമേ നീ എന്റെ ഹൃദയത്തിൽ തന്നു. ഒന്നുകൂടെ വായിക്കാമോ വാക്യം? ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. നിങ്ങൾ എന്നോട് ചേർന്ന് ഒരു നല്ല ഹല്ലേലൂയ പറയാവോ? സ്തോത്രം. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോ അഥവാ വർദ്ധിക്കുമ്പോ അതിന് വേറൊരു ഭാഷയിൽ അങ്ങ് പറയാം, ഭൗതിക സന്തോഷത്തെക്കാൾ വലിയ സന്തോഷമാണ് ആത്മീക സന്തോഷം എന്ന് കിങ് ഡേവിഡ് പറയുന്നു. നമ്മളെ പോലെയുള്ള ഒരാൾ പറഞ്ഞാൽ പറയും ഭൗതിക സന്തോഷം ശരിക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. സ്വത്രം. അതെ, അങ്ങനെയാണല്ലോ ആരംഭ കാലങ്ങളിൽ ഒരു ഗതി ഇല്ലാത്തവരാണല്ലോ വിശ്വാസത്തിൽ പോണേ. ഇപ്പോഴും അങ്ങനെ ആളുകളുടെ ധാരണ. ജീവിക്കാൻ ഒരു വഴിയില്ലാത്തവരും രോഗവും ദുഃഖവും കഷ്ടവും സങ്കടമൊക്കെ ഉള്ളവരും ഒക്കെ ഈ ദൈവമേ വിളിക്കാൻ പോണേ. ഭൗതിക സന്തോഷം ആസ്വദിക്കാനുള്ള സൗകര്യമുള്ളവർ ദൈവിക സന്തോഷത്തിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ലെന്നാണ് പൊതുവെ ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ആ ധാരണ തെറ്റാണ്. ഈ വാക്യം പഠിക്കുമ്പോൾ ഭൗതിക സന്തോഷം എന്തുമാത്രം അനുഭവിക്കാവോ അത്ര അനുഭവിക്കാൻ ആസ്തിയുള്ള മനുഷ്യൻ പറയുന്നു, അതിലും അധികം സന്തോഷം ദൈവമേ നീ എൻ്റെ ഹൃദയത്തിൽ തന്നു. ഇതൊരു പഴയ നിയമമാണെങ്കിൽ അതിൻ്റെ പുതിയ നിയമത്തിലെ ആഴമുള്ള അർത്ഥമാണ് 1 പത്രോസ് 1:9 നാം വായിച്ചത്. ആത്മരക്ഷ പ്രാപിക്കുമ്പോൾ പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കും. പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കും. അപ്പോൾ ആത്മരക്ഷ ആണ് സന്തോഷത്തിൻ്റെ താക്കോൽ, സന്തോഷത്തിൻ്റെ ഉറവിടം. ആത്മരക്ഷ ഒരുവൻ പ്രാപിച്ചാൽ അവൻ്റെ ഉള്ളിലേക്ക് സന്തോഷം കടന്നു വരും.
ഇന്ന് രാത്രിയിൽ ഈ സുവിശേഷ പ്രസംഗം ഈ സ്ഥലത്ത് നടക്കുമ്പോൾ ഞങ്ങളുടെ ദേശവാസികളായ സ്നേഹിതരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, പണം കൊണ്ട് നേടാൻ പറ്റാത്തൊരു സന്തോഷം, വിദ്യാഭ്യാസം കൊണ്ട് നേടാൻ പറ്റാത്തൊരു സന്തോഷം, സ്ഥാനമാനങ്ങൾ കൊണ്ട് നേടാൻ പറ്റാത്തൊരു സന്തോഷം യേശു ക്രിസ്തുവിൽ കൂടെ ഇന്ന് രാത്രിയിലും ലഭ്യമാണ്. ദൈവവചനത്തിൽ കൂടെ ഇന്ന് രാത്രിയിലും ലഭ്യമാണ്. പരിശുദ്ധാത്മാവിൽ കൂടെ ഇന്ന് രാത്രിയിലും ലഭ്യമാണ്. ധനം കൊണ്ടും സ്ഥാനമാനങ്ങൾ കൊണ്ടും വിദ്യ കൊണ്ടും നേടുന്ന സന്തോഷം ലിമിറ്റഡാണ്. ധനം കൊണ്ട് നേടുന്ന സന്തോഷം ധനം പോകുമ്പോൾ നഷ്ടപ്പെടും. വിദ്യ കൊണ്ട് നേടുന്ന സന്തോഷം നിങ്ങളെക്കാൾ വിദ്യയുള്ളവൻ വരുമ്പോൾ നഷ്ടപ്പെടും. സ്ഥാനമാനങ്ങൾ കൊണ്ടുള്ള സന്തോഷം സ്ഥാനമാനങ്ങൾ പോകുമ്പോൾ നഷ്ടപ്പെടും. എന്നാൽ ദൈവവചനത്താലുള്ള സന്തോഷം ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. ഹല്ലേലൂയ. ദൈവവചനത്താലും സുവിശേഷത്താലും ലഭിക്കുന്ന സന്തോഷം ആർക്കും എടുത്തു കളയുവാൻ പറ്റുകയുമില്ല. അപ്പോൾ ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയുടെ ഒന്നാം ഭാഗത്ത് എനിക്ക് നിങ്ങളോട് പങ്കിടുവാനുള്ള സന്ദേശം ഇതാണ്: ആത്മരക്ഷയും ആനന്ദവും. ആത്മരക്ഷ പ്രാപിക്കുന്നത് എങ്ങനെ? വളരെ ലളിതമായിട്ട് പറയാം. ആത്മരക്ഷ പ്രാപിക്കുന്നത് എങ്ങനെ? പ്രിയപ്പെട്ടവരെ, ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങളുടെ മതത്തിലുണ്ടോ? ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങളുടെ വേദങ്ങളിലുണ്ടോ? ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ ജനിച്ച് വളർന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ആത്മരക്ഷ എന്താണ്? എപ്പോഴാ പ്രാപിക്കുക? ആത്മരക്ഷ പ്രാപിക്കാൻ എങ്ങനെ സാധിക്കും? ആര് തരും? എന്താണ് ഇതിന്റെ അർത്ഥം? ഇത് മനസ്സിലാക്കി തരുവാൻ ഞങ്ങളെ നിങ്ങൾ അനുവദിക്കുമോ? സുവിശേഷത്തിന്റെ ബാലപാഠം ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ആത്മരക്ഷ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് LKG ലെവലിൽ തൊട്ട് ഞാൻ പറയാം. ദൈവപുത്രനായ യേശുവിനെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ മാലാഖ വന്നിട്ട്, ഗബ്രിയേൽ മാലാഖ വന്നിട്ട് ജോസഫിനോട് പറയുന്നത് ഇങ്ങനെയാണ്: അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്ക കൊണ്ട് നീ അവൻ യേശു എന്ന് പേരിടേണം. യേശു ജനിക്കുന്നതിന് മുൻപ് ഗബ്രിയേൽ മാലാഖ വിളിച്ചു പറഞ്ഞു, പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ഒരുവൻ ജനിക്കാൻ പോകുന്നു. അവൻ ജനിക്കുന്നത് തന്നെ രക്ഷകനായിട്ടാണ്. അവൻ ജനിക്കുന്നത് തന്നെ രക്ഷകനായിട്ടാണ്. അവൻ രക്ഷിക്കാൻ വേണ്ടി ജനിച്ചവനാണ്. ആ ചിന്തയുടെ അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞത് മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൽ നിന്നാണെങ്കിൽ, അടുത്ത ചിന്ത നാം വായിക്കുന്നത് ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിൽ നിന്നാണ്. അവിടെ നാം ഇങ്ങനെ വായിക്കുമ്പോൾ, അന്ന് അക്കാലത്ത് ആട്ടിടയന്മാർ വെളിമ്പ്രദേശത്ത് ആടുകളെ കാത്തുകൊണ്ട് കിടക്കുമ്പോൾ പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവർക്ക് പ്രത്യക്ഷനായി. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. രക്ഷകൻ ജനിക്കുമെന്ന് വാഗ്ദത്തം, രക്ഷകൻ ജനിച്ചു എന്ന ദൂതന്റെ പ്രസ്താവന. ഈ ലെവലിൽ ഈ വാക്യങ്ങൾ പഠിച്ചാൽ രക്ഷ എന്തെന്ന് പഠിക്കാൻ ഒരാത്മാർത്ഥ മനസ്സുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് സാധിക്കും. അതെ, അവൻ മാത്രമേ രക്ഷകനായിട്ട് ജനിച്ചിട്ടുള്ളൂ. ഇതിനകത്ത് ഒരു നിഷേധക്കുറിപ്പുണ്ടെങ്കിൽ ആർക്കും പറയാം, ഇവിടെ ഒരു രക്ഷകൻ വേറെ വന്നിട്ടുണ്ടോ?
ആരെങ്കിലും രക്ഷകനെന്ന് അവകാശപ്പെട്ടിട്ടുണ്ടോ? ഉപദേശങ്ങളോ ആശയങ്ങളോ പ്രചരിപ്പിച്ചതല്ലാതെ രക്ഷകനായി വന്ന ആരുണ്ട്? അവൻ ഒരുവനേ ഉള്ളൂ. അവനാണ് ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു. അവൻ ജനിക്കുന്നതിന് മുമ്പ് മാലാഖ പറയുന്നു, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. ജനിച്ചപ്പോൾ വീണ്ടും മാലാഖ പറയുന്നു, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ്. തീർന്നില്ല. ജനിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിനെ കുറിച്ചൊരു ദിവ്യ വെളിപ്പാട് കിട്ടിയ ശിമ്യോൻ എന്ന പേരുള്ള വൃദ്ധൻ ദേവാലയത്തിൽ തന്നെ കൊച്ചിനെ കൈ മേടിച്ചു. വായിച്ചാട്ട ദൈവദാസനെ ലൂക്കോസ് 2 യേശു എന്ന 20 എവിടെ മുതല വായിക്കുന്നേ? 27. അതിന് കറക്റ്റാ. അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്നു. യേശു എന്ന പൈതലിനു വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്ത് കൊണ്ടുചെന്നപ്പോൾ അവൻ അവനെ കൈയിലേന്തി ദൈവത്തെ പുകഴ്ത്തി. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഈ വാക്യം ഞാൻ വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുന്നു. അകത്തിരിക്കുന്നവരിൽ കുറെ പേർക്ക് ഇത് നന്നായിട്ട് അറിയാം. പുറത്തു നിൽക്കുന്നവരിലും അകലെ നിൽക്കുന്നവരിലും ഒരു വിശദീകരണം ആവശ്യമുള്ള ഒരാളെങ്കിലും ഉണ്ടെങ്കിലോ? ഉണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് വിശദീകരിക്കുക. യേശു ഭൂമിയിൽ ജനിച്ചു. യഹൂദ മര്യാദ പ്രകാരം ദേവാലയത്തിലെ ചില കർമ്മങ്ങൾ നടത്താൻ യോസെഫും മേരിയും കുഞ്ഞിനെയും കൊണ്ട് വരുമ്പോൾ ജോസഫ് അറിയാതെ, മേരി അറിയാതെ ദൈവനിയോഗത്താൽ ഒരു വൃദ്ധൻ ഈ പള്ളി വന്നു. ഈ കുഞ്ഞാരാണെന്ന് ആ വൃദ്ധന് വ്യക്തമായ വെളിപ്പാട് സ്വർഗത്തിൽ നിന്ന് കൊടുത്തു. ഞാൻ വിശ്വാസികളോട് പറയുക, ഒരു ചെറിയ ഹോംവർക്ക് ഒന്ന് ചെയ്യണം. ലൂക്കോസ് 2:22 മുതൽ 35 വരെ ഒന്ന് വീട്ടിൽ പോയി വായിക്കണം. ഇന്ന് വായിച്ചാൽ മതി, നാളെ മറന്നുപോകും. അഥവാ ഇനി നാളെ ആണെങ്കിലും കുഴപ്പമില്ല. സങ്കീർത്തനം വായിക്കണ്ട, ഇത് വായിക്കണം. സങ്കീർത്തനം പിന്നെ സമയമുള്ളപ്പോൾ വായിക്കാം. ഇത് വായിച്ചാൽ ശിമോൻ ആരെന്ന് നമുക്ക് പിടികിട്ടും. ശിമ്യോൻ നല്ല പ്രായമുണ്ട്, പക്ഷെ ദൈവശബ്ദം കേൾക്കുമായിരുന്നു. അദ്ദേഹം വളരെ പ്രായമായപ്പോൾ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, മോശയുടെ കാലം തൊട്ടും മശിഹ വരുമെന്ന് പറഞ്ഞു. കൊല്ലം എത്രയായി? 4000 ആയില്ലേ? മശിഹ വന്നില്ലല്ലോ, ഇനി വരുവോ? ഞാൻ നിങ്ങളോട് ഇടയ്ക്ക് കയറ്റി ഒരു ദൂത് പറയട്ടെ വിശ്വാസികൾക്ക് വേണ്ടി. യേശു ക്രിസ്തു വരുമെന്നും പറഞ്ഞ് കാത്തിരുന്നത് നമ്മൾ മാത്രമല്ല, പഴയ നിയമക്കാരും കാത്തിരുന്നു. 1-ാം വരവ് വന്നേ ഉള്ളൂ. 1-ാം വരവിന് വേണ്ടി അവർ കാത്തിരുന്നു, മടുത്തു. മശിഹ വരുമെന്ന് പറഞ്ഞിട്ട് വന്നില്ല. ആ കാലത്തിന്റെ ഒടുവിൽ കാത്തിരുന്ന മനുഷ്യനാണ് ശിമ്യോൻ. അയാൾ കരഞ്ഞു ദൈവത്തോട് ചോദിച്ചു, വരുവോ? അയാൾ ഒരു ശബ്ദം കേട്ടു, വരും. അപ്പൊ ശിമ്യോൻ വീണ്ടും ചോദിച്ചു, എപ്പോഴാ? നീ മരിക്കുന്നതിന് മുമ്പ് വരും. ഇന്ന് അങ്ങനെ ഒരാൾക്ക് ഒരു വെളിപ്പാട് കിട്ടിയ അയാളെ നമ്മള് വെളിയിലാക്കും. അതവിടെ നിൽക്കട്ടെ, ബ്രാക്കറ്റിൽ കിടന്നോട്ടെ, പിന്നെ ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. അതൊരു വ്യക്തിപരമായ വെളിപ്പാടാണ്. ഞാൻ ഈ വ്യക്തിപരമായ വെളിപ്പാട് വിശ്വസിക്കുന്നു. ദൈവത്തോട് ബന്ധം വേണം, സഭയോട് ബന്ധം പോരാ. നമ്മളെല്ലാം ഒരു കമ്മ്യൂണിറ്റി ഭക്തിയേ ഉള്ളൂ. എന്താ ഈ കമ്മ്യൂണിറ്റി ഭക്തി എന്ന് പറഞ്ഞാൽ? ആളുകൾ കൂടുമ്പോൾ ഒരു ഭക്തി. ഞായറാഴ്ച വരുമ്പോൾ ഗ്ലോറി, അതല്ല ഞാൻ ഈ പറയുന്നത്. രാവും പകലും ദൈവവുമായിട്ടൊരു ബന്ധം. ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എന്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോവുകയില്ല.
കർത്താവിനെ സ്തുതിച്ച് എപ്പോഴും കർത്താവിനോട് സംസാരിച്ചുകൊണ്ടൊക്കെ നടക്കുന്നതാ ക്രിസ്തീയ ജീവിതം. അങ്ങനെയുള്ളവരാ പറയുന്നത് ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. കരങ്ങളടിച്ച് പാടാമോ? ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു മകൾ ഭാഗ്യമാം ജീവിതം പാരിലെന്തുള്ളൂ. മകൾ ഭാഗ്യമാം ജീവിതം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ആമേൻ. ശ്രദ്ധിച്ചേ, ശിമ്യോൻ പ്രാർത്ഥനയിൽ കേട്ട ദൈവശബ്ദം, നീ മരിക്കുന്നതിന് മുമ്പ് മശിഹ ജനിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്, ഹോംവർക്ക് ചെയ്താൽ കിട്ടും. ആവേശമായി, ക്ഷീണമൊക്കെ അങ്ങ് മാറി. പ്രായമായാൽ സന്ധിവേദന ഉറപ്പാ, അത് ഉറപ്പാ. മുട്ട് മടക്കാനും പ്രയാസം, നൂർക്കാനും പ്രയാസം. ഇരിക്കാം, പക്ഷെ എഴുന്നേക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. അതെങ്ങനെയാ പാസ് പറഞ്ഞ് ഇപ്പൊ തന്നെ തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. സോദരം, അപ്പൊ ഇതെല്ലാം കൂടത്തേ ഉള്ളു, കുറയല്ല. സോദരം, എന്നാൽ ഈ വചനത്തിന്റെ ഒരു ദൂത് അകത്ത് കയറിയാലുണ്ടല്ലോ, ചിലപ്പോ ആ വേദന അങ്ങ് മാറിയിരിക്കും. സോദരം, മരിക്കുന്നതിന് മുമ്പ് മശിഹ വരുമെന്ന് കേട്ടപ്പോ ശിമ്യോന്റെ ക്ഷീണം മാറി. എനിക്കൊന്ന് കൊളസ്ട്രോൾ എല്ലാം ഉരുകിപ്പോയി, ഷുഗർ ലെവലെല്ലാം പെട്ടെന്ന് അങ്ങ് സ്റ്റഡിയായി, അങ്ങനെ ആവേശമായി. പിറ്റേ ദിവസം പള്ളി പോകാൻ തീരുമാനിച്ചു. കുറെ നാളായി പോയിട്ട് ക്ഷീണമായോണ്ടേ വീട്ടിയിരിക്കുകയായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, യോഗത്തിന് പോണം കേട്ടോ, യോഗത്തിന് പോണം, എങ്ങനെയും ഒക്കെ പോണം കേട്ടോ. പോകാതിരിക്കുന്നതിനേക്കാൾ നല്ലത് പോണാ കേട്ടോ. എഴുതി വെച്ചോ ഈ വാചകം. എല്ലാ ദിവസവും വീട്ടിലിരിക്കുകയല്ലേ, യോഗം ഉള്ളപ്പോ പോകാൻ പാടില്ലേ. ഒരു ദൂത് ചിലപ്പോൾ നിനക്ക് കിട്ടും, ഒരു ദൂത്. അത് നിന്റെ അസ്ഥികൾക്ക് ജീവനാകും, അത് നിന്റെ കണ്ണിന് പ്രകാശമാകും, അത് നിന്റെ ജീവന്റെ ജീവനാകും. പ്രിയപ്പെട്ടവരെ, ഈ ഏലിയാവേ മരിച്ചേക്കാമെന്നും പറഞ്ഞ് പോയി ചൂരച്ചെടിയുടെ തള്ളി കിടന്നതാ. സ്വർഗത്തിൽ നിന്നൊരു അട കിട്ടിയിട്ട് മരിക്കാൻ മറന്നുപോയി. പിന്നെ പർവ്വതം വരെ ഓടാനുള്ള ബലം അവന്റെ കാലുകൾക്ക് കൊടുത്തത് സ്വർഗത്തിലെ ഒരു മുറി അടയാണെങ്കിൽ ഇതാ സ്വർഗത്തിലെ അടയാ. ഇന്ന് രാത്രി ഇവിടെ വാരി എറിയുന്നത് അത് പെറുക്ക് തിന്നോണം. സിയോനിൽ എത്തുന്നത് വരെ ഓടാനുള്ള ബലം ഇന്ന് രാത്രി ചിലരുടെ കാലുകൾക്ക് ദൈവം നൽകുന്നു. ഈ മീറ്റിംഗിൽ നിങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നത്? ഈ മീറ്റിംഗിൽ ചിലർക്ക് ദൈവം അത്ഭുത വിടുതൽ തരും. ഈ മീറ്റിംഗിൽ ചിലർക്ക് ദൈവം അത്ഭുതകരമായ ആരോഗ്യം തരും. ഈ മീറ്റിംഗിൽ ചിലരുടെ ശാരീരിക ബന്ധനങ്ങൾ അഴിയും, നിരാശകൾ മാറും, കണ്ണുകൾ തുറക്കും, പുതിയൊരു ജീവൻ. കർത്താവേ, അത് ഇന്ന് രാത്രി ചെയ്യണമേ. അകത്തും പുറത്തും, പന്തലിന്റെ അകത്തും പുറത്തും വചനത്താൽ ഒരു ജീവൻ ഇപ്പോൾ തന്നെ ജനത്തിന്റെ ഇടയിൽ വ്യാപരിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ. ശിവൻ ആവേശമായി. അതാണ് വായിച്ചത്. അവൻ ആത്മനിയോഗത്താൽ. വായിച്ചേ 20. അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്നു. അപ്പൊ എല്ലാരും ദൈവാലയത്തിൽ വരുന്ന പോലെ അല്ല പുള്ളി വന്നത്, ഒരു സ്പെഷ്യൽ ഇൻസ്പിറേഷനോടെയാ വന്നത്. സ്തോത്രം. നമ്മൾ പോകുന്നതെന്നറിയോ, ഇന്ന് ചെല്ലുമ്പോ അവിടെ വെച്ച് എന്തേലും ഒരു ഇൻസ്പിറേഷൻ കിട്ടുമെന്ന് ഓർത്താ. ഈ പുള്ളി ഇൻസ്പിറേഷൻ കിട്ടിയിട്ടാ വന്നത്. അങ്ങനെയൊക്കെ കിട്ടിയാലേ ഈ കാലത്ത് നിൽക്കുള്ളൂ. മനസ്സിലാകാൻ ദൈവം കൃപ തരട്ടെ. സ്തോത്രം. അങ്ങനെ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോ കൊച്ചിനെ കൊണ്ട് വന്നിട്ടുണ്ട്. ചെന്നു വായിച്ചേ. യേശു എന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്ത് കൊണ്ടുചെന്നപ്പോൾ അവൻ അവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി. രക്ഷകൻ ജനിക്കുമെന്ന് പറഞ്ഞു, രക്ഷകൻ ജനിച്ചുവെന്ന് പറഞ്ഞു. അതിനെ കൈനീട്ടി മേടിക്കാനുള്ള കരുത്ത്
ശിമ്യോന് വയസ്സായപ്പോ കിട്ടി. ഇന്ന് രാത്രി വയസ്സായാലും കുഴപ്പമില്ല, രക്ഷ കൈനീട്ടി മേടിച്ചോടും, രക്ഷ കൈനീട്ടി മേടിച്ചോടും. രക്ഷ പ്രാപിക്കാതെ ഇവിടെ വിട്ടാരും പോകരുത്. ഹല്ലേലൂയ. പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കണോ? രക്ഷ കൈവരണം. കൈനീട്ടിഞ്ഞ് മേടിച്ചു പറയുന്ന 3 വാക്കുണ്ട്. ഈ കുഞ്ഞിനെ പറ്റി 3 കാര്യം പറഞ്ഞു. 1, ജാതികളുടെ പ്രകാശം. 2, ഇസ്രായേലിന്റെ മഹത്വം. 3, സകല മനുഷ്യർക്കും വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷ. അപ്പൊ രക്ഷ എന്ന് പറഞ്ഞാൽ സഭയല്ല, രക്ഷ എന്ന് പറഞ്ഞാൽ സംഘടനയല്ല, രക്ഷ ക്രിസ്തുവാ. ക്രിസ്തുവ രക്ഷ. ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ആത്മരക്ഷ പ്രാപിച്ചു, ആനന്ദിച്ചു എന്ന് പറഞ്ഞാൽ യേശു അകത്ത് വന്നു, ആനന്ദിച്ചു എന്നാ. ഹല്ലേലൂയ. യേശു എൻ ഉള്ളത്തിൽ വന്ന നാളിൽ, യേശു എൻ ഉള്ളത്തിൽ വന്ന നാളിൽ എന്തു മാറ്റം വന്നു എന്നിൽ, തന്നെ ഞാൻ ഉള്ളത്തിൽ ഏറ്റതാലേ, തന്നെ ഞാൻ ഉള്ളത്തിൽ ഏറ്റതാലേ എന്തു മോദം വന്നു എന്നിൽ. അതെ, കർത്താവായ യേശു ഉള്ളിൽ വന്നതാണ് രക്ഷ. അതാണ് സന്തോഷത്തിന്റെ മുഴുവൻ രഹസ്യം. 3 കാര്യങ്ങളാണ് ഞാനിപ്പോ പറഞ്ഞത്. 1, ജനിക്കുന്നതിന് മുമ്പ് ഗബ്രിയേൽ പറയുന്നു ഇവൻ രക്ഷകനായിരിക്കും. ജനിച്ചപ്പോൾ മാലാഖമാരുടെ കൂട്ടം പറയുന്നു ഇതാ യേശു എന്ന രക്ഷിതാവ് ജനിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് ദൈവ വെളിപ്പാടുള്ള ശിമ്യോൻ കുഞ്ഞിനെ കയ്യിലെടുത്തോണ്ട് പറഞ്ഞു, സകല ജാതികളുടെ മുമ്പാകെ നീ ഒരുക്കിയ നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടല്ലോ. ദേശമേ, ദേശമേ, ഈ കണ്ണ് തന്നത് എന്തിനെന്ന് നിനക്കറിയാമോ? രക്ഷ കാണുവാനാ. താജ്മഹൽ കണ്ടില്ലെങ്കിലും, കൊടൈക്കനാൽ കണ്ടില്ലെങ്കിലും, ലോകത്തിലെ കാഴ്ച വസ്തുക്കൾ ഒന്നും കണ്ടില്ലെങ്കിലും, സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ 10,000ങ്ങളിൽ സുന്ദരനായ ഈ രക്ഷാനായകനെ കാണാതെ കണ്ണടയ്ക്കരുതേ. നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖമൊന്നുമില്ല, നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖമൊന്നുമില്ല. പരപരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം. ഞാൻ ഈ പ്രസംഗിക്കുമ്പോൾ പാടുന്ന എന്നാണെന്നറിയോ? ഞാൻ എപ്പോഴും പാട്ടാ. നിങ്ങൾ എൻ്റെ കൂടെ വണ്ടിയെ കയറിയോ കാണാം. ഈ കഴിഞ്ഞ ദിവസം യോഗം കഴിഞ്ഞപ്പോൾ ഒരു അച്ഛൻ എന്നോട് ചോദിച്ചു, വണ്ടിയിലൊന്ന് മൂവാറ്റുപുഴ വരെ പോന്നോളാൻ പറഞ്ഞു. അന്നത്തെ ദിവസം എൻ്റെ പാട്ട് കളഞ്ഞു. പുള്ളി നിർത്തിയിട്ട് വേണ്ട എനിക്കൊന്ന് തുടങ്ങാൻ. ഹല്ലേലൂയ. ഇത് വലിയ ഗായകന്മാരൊന്നും അല്ല ഇവിടെ ഇതൊന്നും തുടങ്ങിയത്. നമ്മുടെ ഇവിടെയൊക്കെ യേശുദാസൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇച്ചിരിച്ചൊക്കെ പഠിച്ച് ഈ പിള്ളേരൊക്കെ പാടുന്നതല്ലാതെ ഇതൊന്നും കലയൊന്നുമല്ല. ഇത് സന്തോഷം കൊണ്ടങ്ങ് പാടുന്നതാ. പാടാൻ വേണ്ടി പാടുകയല്ല, പാടാതിരിക്കാൻ മേലാത്തോണ്ട് പാടുക. ഹല്ലേലൂയ. ഈ പറഞ്ഞു തരാത്തതും മഹിമയുള്ളതുമായ സന്തോഷം എന്ന് പറഞ്ഞാൽ അപ്പൊ പാട്ടല്ലാതെ സന്തോഷം വന്നാൽ പാടും. പ്രൈസ് ദി ലോർഡ്. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? അസൂയ ഇല്ലെങ്കിൽ ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്വത്രം. ഞാനൊരിക്കൽ മൂവാറ്റുപുഴ ബസ് സ്റ്റാൻഡിൽ നിൽക്കുക, ട്രാൻസ്പോർട്ട് ബസ്സിലെ സീറ്റ് നോക്കി നിൽക്കുക. ഒരു വിധത്തിലൊരു സീറ്റ് കിട്ടി. അപ്പം ഞാൻ എന്നെപ്പോലെ കഷ്ടപ്പെടുന്ന ഒരാൾക്കൊരു സീറ്റ് കൊടുക്കാൻ വേണ്ടി എൻ്റെ പെട്ടി ഇങ്ങനെ റിസർവ് ചെയ്ത് വെച്ചു. അപ്പോൾ ഒരച്ഛൻ ആ ആൾക്കൂട്ടത്തിൽ കിടന്ന് ഇടി കൊള്ളുക. എന്നോട് ചോദിച്ചു അവിടെ ആളുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല, ബാഗ് ഇഞ്ഞ് തന്നേക്കാൻ പോകും. ഞാൻ ആ സീറ്റ് അച്ഛന് കൊടുത്തു.
അച്ഛൻ വന്ന് എന്റെ അടുത്ത് ഇരുന്ന് എന്റെ മുഖത്തോട്ട് കുറെ നേരം സൂക്ഷിച്ച് നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ഇത്ര സന്തോഷം എന്നാ? അന്നേരം എനിക്ക് മനസ്സിലായത് എനിക്ക് ഇത്ര സന്തോഷം ഉണ്ടെന്ന്. കാരണം നമുക്ക് ടെൻഷനൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇത്ര സന്തോഷം എന്നാ? അത് എനിക്കത് കേട്ടാ പിന്നെ ഭയങ്കര സന്തോഷം. നമുക്ക് 100 പ്രശ്നം ഉണ്ടെന്നേ, കാരണം ഇയാൾ ചടിച്ചിട്ടുണ്ടാവില്ല. അന്നത്തെ കാലമല്ലേ, ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ടെൻഷനൊക്കെ ഉണ്ട്. പിന്നെ 35 കൊല്ലമായി ഫെയ്ത്ത് ഹോമുകൾ മാറി മാറി താമസിക്കുന്ന ഒരു ഉപദേശിയ. എന്നെ ഇതിന് മാത്രം സന്തോഷിക്കാറുള്ള ഒരു അലമാരി ഒരിടത്ത് ചുമതല ഇരിക്കുകയില്ല. കട്ടിലെ കാലെല്ലാം പോകും, കാരണം മാസം മാസം മാറ്റിയില്ല. എന്നെ ഇതിന് മാത്രം സന്തോഷിക്കാറുള്ള ഒരു കോഴിയെ വളർത്താനൊക്കെ ഇല്ല. കാരണം ഇതൊക്കെ ഇട്ടേച്ച് പോണ്ടേ. പോട്ടെ, ഇതൊന്നും വളർത്തണമെന്ന് എനിക്കിട്ട് ആഗ്രഹമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്നാലും മറ്റു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തരായി ഈ ഗ്രൂപ്പ് എന്നായി പറഞ്ഞത്. ഈ ഉടുപ്പൊക്കെ കാണുമ്പോൾ നല്ല എന്ത് സുഖം തോന്നും. അങ്ങനെയൊന്നും അല്ല, ഇത് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഈ സന്തോഷം, ഈ വായിച്ച സന്തോഷം ഉള്ളതുകൊണ്ടായി പിടിച്ചു നിൽക്കുന്നത്. അച്ഛൻ പിന്നെയും ചോദിക്കുക, എന്നാലും ഒന്ന് പറയാമോ ഈ സന്തോഷത്തിന്റെ രഹസ്യം? സ്വത്രം. അച്ഛൻ നല്ല മനുഷ്യനാണ്. ഞങ്ങളിങ്ങനെ വർത്താനെല്ലാം പറഞ്ഞ് ഞാൻ പറഞ്ഞത് ഇതിന്റെ രഹസ്യം എന്ന് പറയുന്നത് ദൈവവചനാന്ന് പറഞ്ഞു. അതൊന്നും പറഞ്ഞ് ഞാൻ സമ്മതിക്കാറുണ്ട്. അതൊക്കെ എല്ലാവരും വായിക്കുന്നല്ലേ? അതും ശരിയാണ്, എല്ലാവരും വായിക്കുന്ന, പക്ഷെ എല്ലാവർക്കും സന്തോഷമില്ല. അതും ശരിയാ, പുള്ളി പറഞ്ഞ വളരെ കറക്റ്റാണ്. എല്ലാവരും പാടുന്നുണ്ട്, പക്ഷെ എല്ലാവർക്കും സന്തോഷമില്ല. എന്താതിശയമേ കണ്ടോ, ഇത് കേട്ടാൽ എല്ലാവർക്കും പാടാൻ തോന്നുന്നു. അതിനകത്ത് സന്തോഷം ഉണ്ടെങ്കിൽ കേൾക്കുന്നവർക്ക് പാടണം തോന്നുന്നു. ഇതിന് എത്ര ലക്ഷം രൂപ ബാങ്കിൽ ഉണ്ടെങ്കിൽ സന്തോഷിക്കാം എന്ന് പറയാമോ? 50 ലക്ഷം ഉണ്ടേ പറ്റുമോ? ഇല്ല. എത്ര ഉണ്ടെങ്കിലും സന്തോഷമില്ലാത്തൊരു സന്തോഷിക്കുകയില്ല. പെരുമ്പാവൂർ ടൗണിൽ ഒരു ഭിക്ഷക്കാരൻ മരിച്ചു. പുള്ളിക്ക് സ്ഥിരം ഒരു ബാഗ് ഉണ്ടായിരുന്നു, ഒരു ബാണ്ടക്കെട്ട്. പോലീസുകാർ വന്ന് അഴിച്ചു നോക്കിയപ്പോൾ 3.5 ലക്ഷം രൂപയുണ്ട്. എത്ര കൊല്ലം മുമ്പാണെന്നറിയോ? 10 കൊല്ലം മുമ്പ്. 10 കൊല്ലം മുമ്പ് 3.5 ലക്ഷം രൂപയുണ്ടായാലും ഉണ്ടല്ലോ, ഒരു 20 സെന്റ് സ്ഥലം മേടിച്ച് വീട് വെക്കാം. പുള്ളി ഇത് ബാഗിൽ ഇട്ടുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ വന്ന് 50 പൈസ മേടിച്ചുകൊണ്ട് പോകണം. ഈ കൊടുത്ത നമ്മുടെ കയ്യിലില്ല. 50 പൈസ ഇവന് കൊടുത്ത നമ്മുടെ കയ്യിൽ 50,000 രൂപ എടുക്കുകയല്ല, പുള്ളിയുടെ 3.5 ബാക്കിയിരിക്കുക. അപ്പൊ പുള്ളിക്ക് സന്തോഷം ഉണ്ടായോ ഈ പൈസ കൊണ്ട്? ഇല്ല. ഇങ്ങനെ ഇഷ്ടം പോലെ ആളുകൾ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. തലവണയ്ക്കകത്തിരിക്കത്തേ ഉള്ളൂ സന്തോഷം. പുള്ളി ഇത് കയ്യിലിരിക്കുമ്പോൾ മറ്റേ പുള്ളിക്ക് എന്തോരം ആടാന്നാ പറയുന്നത്. എന്തിനാന്നാ എൻ്റെ ചോദ്യം. ഞാനിത് പറയുമ്പോൾ ആളുകൾക്ക് ഇത് മനസ്സിലാകുന്നില്ല. ഞാൻ ഈ വായിച്ച ഒരു സംഭവം പറയാം. ഒരു മനുഷ്യനെ വലിയ വ്യവസായിയാണ്, ഭയങ്കര വ്യവസായിയാണ്, പൈസയുണ്ട്. അപ്പോൾ വെക്കേഷൻ പോകാമെന്ന് പറയും. അങ്ങനെ വെക്കേഷൻ പോകാൻ ഭാര്യയും കൂട്ടി വലിയൊരു സ്റ്റാർ ഹോട്ടലിൽ മുറിയെടുത്തു. ഈ ഹോട്ടലിൻ്റെ വകയായിട്ട് ബോട്ടുണ്ട്. ബോട്ടിൽ ഇങ്ങനെ മീൻ പിടിക്കാനൊക്കെ അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കും. തമാശ, സമയം കളയണ്ടേ. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ബോട്ടും എടുത്തിങ്ങനെ പോരുക. ഭാര്യയും ഭർത്താവും കൂടെ ഈ ചെറിയ കാച്ചിട്ടയൊക്കെ ഇട്ട് കുറേ ദൂരം പോയി ഒരു സൈഡിൽ പോയി ചൂണ്ടയിടുക. ചൂണ്ടയ്ക്ക് ഇടാനുള്ള സംവിധാനമൊക്കെ അവിടുന്ന് കൊടുത്താൽ വിട്ടിരിക്കുന്നു. ഇങ്ങനെ ചൂണ്ടയിടുക, മീൻ പിടിക്കുക. ഭാര്യയ്ക്കും ഭർത്താവിനും സന്തോഷമായി. എന്നിട്ട് തീപ്പെട്ടി ഉരച്ച് ലൈറ്ററൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, കടലാസ് കൊണ്ടുവന്നിട്ടുണ്ട്. കത്തിച്ച് മീനെ ചുട്ട് തിന്നുക. ഏതാ സ്റ്റാർ ഹോട്ടലിൽ 1.5 മീനുള്ളപ്പോഴാണ് ഇത് ചുടുക. ഇത് ചുട്ടോണ്ടിരിക്കുമ്പോൾ സാധാരണ ഒരു പരമ്പരാഗത മീൻ പിടുത്തക്കാരൻ അവിടെ ഇരിപ്പുണ്ട്. അയാൾ ചൂണ്ടയിട്ട് മീൻ പിടിക്കുക. ഇയാൾ ഈ ചുട്ടെല്ലാം തിന്നേച്ച് ചെന്ന് മറ്റേ പുള്ളിയെ പരിചയപ്പെട്ടു. ഹലോ, എന്നാ ജോലി? എൻ്റെ ജോലി ഇതാ, മീൻ പിടുത്ത. എത്ര കാലമായി ഇങ്ങനെ മീൻ പിടിക്കുന്നത്? അനേക വർഷം, എൻ്റെ അപ്പൻ്റെ കാലം തൊട്ട് പിടിക്കുന്നതാണ്. നിങ്ങൾ അല്പം കൂടെ ഉയരണമെന്ന് പറഞ്ഞു. വ്യവസായി പറഞ്ഞു, നിങ്ങളൊരു അല്പം കൂടെ ഉയരണം. എന്നാന്ന് ചോദിച്ചു. നിങ്ങൾ ഈ ചൂണ്ട നിർത്തിയിട്ട് വല മേടിക്കണം. അയാൾ ചോദിച്ചു, അത് കഴിഞ്ഞോ? അത് കഴിഞ്ഞ് ഫിഷിംഗ് ബോട്ട് മേടിക്കണം. അത് കഴിഞ്ഞോ? അനേക ജോലിക്കാരെ വെക്കണം. അത് കഴിഞ്ഞോ? ലക്ഷക്കണക്കിന് രൂപ ഇങ്ങനെ മീൻ വിറ്റ് കിട്ടും. അത് കഴിഞ്ഞോ? അത് കഴിഞ്ഞ് എന്നെ പോലെ ഇങ്ങനെ ഹോട്ടലെടുത്ത് താമസിക്കണം. അത് കഴിഞ്ഞോ? അത് കഴിഞ്ഞ് ഇങ്ങനെ വന്ന് മീൻ പിടിച്ച് ചുട്ടു തിന്നണം. അതല്ലേ ഞാനിപ്പോൾ ചെയ്തോണ്ടിരിക്കും. ഇതാണ് അത്ര വലിയ കാര്യം. ഇതൊന്നും പറഞ്ഞാൽ ഇപ്പോഴും ഇത് വെച്ചിരിക്കുന്നതല്ലാതെ ഏറ്റെടുക്കുകയില്ല. ഇത് പോയി ലാസ്റ്റ് മീൻ ചുട്ടു തിന്നുന്ന ഗതിയിൽ അവസാനിക്കുമെന്നേ.
ഉള്ളതിനകത്തൊന്ന് സന്തോഷിക്കുക, ഉള്ളതിനകത്തൊന്ന് എൻജോയ് ചെയ്യുക. ദൈവം നിനക്ക് ഇത്ര സമാധാനം തന്നില്ലേ? ദൈവം നിനക്ക് ഇത്ര ആരോഗ്യം തന്നില്ലേ? പറഞ്ഞ കേൾക്കുന്ന പിള്ളേരെ തന്നില്ലേ? ഒരുമിച്ച് നിന്റെ കൂടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന മക്കളെ തന്നില്ലേ? വേദപുസ്തകം എടുത്തോണ്ട് പള്ളി വരുന്ന കുഞ്ഞുങ്ങളെ നിനക്ക് തന്നില്ലേ? നീ ഭാഗ്യമായ അല്ലെ? എന്നാലും പാസ്റ്ററെ മറ്റേ പുള്ളിക്ക് BMW അല്ലേ, അതുകൊണ്ട് എന്നാ ഗുണം? നീ അതേലോട്ടുള്ള നോട്ടം നിർത്ത്, നിന്റെ ആ ആൾട്ടോയിലോട്ട് നോക്ക്, എന്നാ നല്ല വണ്ടി അത്. നാളൊരു അപ്പച്ചൻ പറയാ, എനിക്ക് യാതൊരു സമാധാനമില്ല, ഞാൻ ചെന്ന എൻ്റെ പെങ്ങടെ മോനൊരു വീട് പണത്, അത് ഈ വീടിൻ്റെ ഇരട്ടിയുണ്ട്, അത് പിന്നെ എനിക്ക് യാതൊരു സ്വസ്ഥതയില്ലെന്ന്. അതിൻ്റെ കാര്യം എന്നാ, ഈ പഞ്ചായത്തിൽ ഏറ്റവും നല്ല വീട് എൻ്റെ ആയിരുന്നു, എന്നാൽ അവൻ അത്രയും വലുത് പണിയേണ്ട കാര്യമുണ്ടോ? അവനൊരു ഇച്ചിരി താഴെ നിർത്തണ്ടേ? കണ്ടോ? അപ്പം നമ്മുടെ വീട്ടിൽ ഇടയില്ലാത്ത അല്ല പ്രശ്നം, മറ്റേ വീട്ടിൽ ഇടയുള്ളതാ വിഷയം. അപ്പോൾ ഒരു കാലത്ത് സ്വസ്ഥത കിട്ടത്തില്ല. പിന്നെ വിശ്വാസത്തിലാന്നൊക്കെ ചുമ്മാ ഇങ്ങനെ പറയുന്നേ ഉള്ളൂ. എന്നോട് പിണങ്ങരുത്. നിങ്ങളോട് ഞാനൊരു സത്യം പറയാം, സന്തോഷത്തിൻ്റെ രഹസ്യം ഈ പറയുന്നൊന്നും അല്ല. ഇപ്പോൾ ഉള്ളതിൽ സന്തോഷിക്കാത്തവൻ ജന്മത്ത് സന്തോഷിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഉള്ളത് ഒന്ന് ആലോചിച്ചേ. ഓക്സിജന്റെ ട്യൂബ് പിടിപ്പിക്കാതെ ശ്വാസം വലിക്കാൻ പറ്റുന്നുണ്ടോ? എങ്കിൽ ഹല്ലേലൂയ പറ, ഉറക്കെ ഹല്ലേലൂയ പറ. വടി കുത്താതെ ഇന്ന് രാത്രി ഇവിടെ വന്നോ? എങ്കിൽ ഹല്ലേലൂയ പറ. മൂക്കിക്കൂടെ ട്യൂബ് ഇടാതെ കൈകൊണ്ട് വാരി ചോറുണ്ണാൻ പറ്റുന്നുണ്ടോ? എങ്കിൽ ഹല്ലേലൂയ പറ. സന്തോഷിക്കാൻ 100 കാര്യമുണ്ട്. അതെല്ലാം മറന്നിട്ട് സങ്കടപ്പെടാനുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ നോക്കുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ വിഷയം വിട്ടിച്ചിരി പോയി. തിരിച്ചു ഞാൻ വരട്ടെ, വേഗം തിരിച്ചു വരട്ടെ. ശിമിയോൻ വിളിച്ചു പറയാ, സകല ജാതിയുടെ മുമ്പാകെ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. ഞങ്ങളുടെ ദേശത്തുള്ള സ്നേഹിതരെ, ഈ കണ്ണുകൊണ്ട് നീ കാണേണ്ടതിലേക്കും മഹത്തായ കാഴ്ച രക്ഷകനെ കാണാനാ. ഈ കണ്ണുകൊണ്ട് കാണേണ്ടതിലേക്കും മഹത്തായ കാഴ്ച രക്ഷകനെ കാണുക. ഞാനൊരു സുവിശേഷകനാ. ഇന്ന് രാത്രിയിൽ ഒരാൾക്ക് രക്ഷിക്കപ്പെടാൻ വകുപ്പുണ്ടെന്ന, നിന്നെ രക്ഷിക്കാനാ യേശു ലോകത്തിൽ വന്നേ. നിന്റെ മതവും ജാതിയൊക്കെ അവിടെ വെയ്യ്. രക്ഷകനെ നോക്കുന്ന രാത്രി കണ്ണ് തുറന്നവനെ കാണ്. പാപിയെ രക്ഷിക്കാൻ സ്വർഗം വിട്ട് ഭൂമിയിൽ വന്നവൻ, പാപിയെ രക്ഷിക്കാൻ പാപം തന്റെ ശരീരത്തിൽ വഹിച്ച് കുരിശിൽ തൂകുന്ന യേശുവിനെ ഇന്ന് രാത്രി നോക്കിയിട്ട് പറ, യേശുവേ നീ രക്ഷകൻ. ഹല്ലേലൂയ. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. ആമേൻ. ശിമയോൻ വിളിച്ചു പറഞ്ഞു, ഇതാണ് രക്ഷ. അപ്പൊ രക്ഷ, ആത്മരക്ഷ പ്രാപിക്കുന്നത് എങ്ങനെ? അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പറഞ്ഞു തരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രക്ഷകൻ യേശു മാത്രം. ഇതാ അപ്പോസ്തലന്മാരുടെ പ്രസ്താവനകൾ കൂടെ ഞാൻ പറയുമ്പോൾ ആ ഭാഗം കംപ്ലീറ്റ് ആകും. 3 കുറിപ്പ് തന്നു. 4ാമത്തെ കുറിപ്പ് അപ്പോസ്തല പ്രവൃത്തി 4:12. മറ്റൊരുത്തിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ
ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ആമേൻ. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു എന്ന നാമം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ആ നാമത്തിനായി കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടും. രക്ഷ ക്രിസ്തുവാണ്. രക്ഷകൻ ക്രിസ്തുവാണ്. രക്ഷയ്ക്ക് വേറൊരു നാമമില്ല. ഈ യേശുവിനെ രക്ഷകനും നാഥനുമായി ജീവിതത്തിലേക്ക് ഒരുവൻ സ്വീകരിക്കുമ്പോഴാണ് ആത്മരക്ഷ പ്രാപിക്കും. ഇതിൻ്റെ ഒരു ഉപഭോക്താവിനെ കാണിക്കാം. ഉപഭോക്താവിന് ഇത്ര നേരം പറഞ്ഞത് ഇതിന്റെ തിയറിയല്ലേ. ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ ഒന്ന് നോക്കാൻ നമുക്ക് ഒരു തെളിവെടുക്കാം. അപ്പോസ്തല പ്രവൃത്തി 16:30. അവരെ പുറത്തു കൊണ്ടുവന്നു. യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ജയിൽ സൂപ്രണ്ട് ജയിലിൽ കിടന്ന ഒരു തടവുകാരനോട് ചോദിക്കുക, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? വായിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നവർ പറഞ്ഞു. പൗലോസ് എന്ന ഉപദേശി സുവിശേഷം പ്രസംഗിച്ചതിന്റെ കാരണത്താൽ ജയിലിൽ വന്നു. ജയിലിൽ കിടന്ന് പാട്ടുപാടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു വലിയ അത്ഭുതം നടന്നു. ജയിലിന്റെ അടിത്തറ ഇളകുകയും പൂട്ടുകൾ പൊളിഞ്ഞു പോവുകയും ചെയ്യുമാറ് ദൈവശക്തി അവിടെ വ്യാപരിച്ചു. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നും ആ ശക്തി കുറഞ്ഞിട്ടില്ല. ആത്മാർത്ഥതയോടുകൂടെ പാടുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുകയാണെങ്കിൽ ദൈവശക്തി ഇന്ന് ഈ പന്തലിൽ വ്യാപരിച്ചിട്ട് പിശാചി കെട്ടിയ ചില കെട്ടുകൾ പൊട്ടിപ്പോണത് നിങ്ങൾക്ക് ഇന്ന് രാത്രി കാണാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗത്തിന്റെ ബന്ധനങ്ങൾ, ശാപത്തിന്റെ ബന്ധനങ്ങൾ, നിരാശയുടെ ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി മുറിയട്ടെ. ഹല്ലേലൂയ. ഓ, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ തന്നെ എഴുതിയിരിക്കുന്ന വചനം പോലെ ഇന്ന് ചിലർക്ക് വേണ്ടി അതിവിടെ സംഭവിക്കട്ടെ. പൗലോസും ശീലാസും ബന്ധിക്കപ്പെട്ടവരായി ജയിലിൽ വന്നു. മറ്റനേകരുടെ ബന്ധനങ്ങൾ അഴിച്ചുകൊണ്ട് അവിടുന്ന് പുറത്തിറങ്ങി. ഞാൻ പറഞ്ഞ കേട്ടായിരുന്നോ? ബന്ധിക്കപ്പെട്ടവരായി ജയിലിൽ വന്നു. അനേകരുടെ ബന്ധനങ്ങൾ അഴിച്ചുകൊണ്ട് പുറത്തു വന്നു. ഒരു ദൂത് ഞാൻ പറയുക, ചില നാളുകളായി ഏതെങ്കിലും ചില ബന്ധനങ്ങൾ നിന്നെയോ നിന്റെ കുടുംബത്തെയോ ബാധിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കൂ ദൈവമൈതലേ, ചിലരുടെ ബന്ധനം അഴിക്കുവാൻ, മറ്റു ചിലരുടെ കൂടെ ബന്ധനങ്ങൾ അഴിക്കുവാൻ ദൈവം നിന്നെ ഉപയോഗിക്കുവാനുള്ള ദിവസമത്രേ ഇത്. നിന്റെ ആരാധനയാൽ, നിന്റെ പാട്ടിനാൽ, നിന്റെ പ്രാർത്ഥനയാൽ ചിലരുടെ ചങ്ങലകൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, പരിചയമില്ലാത്ത ചിലരുടെ കെട്ടുകൾ അഴിക്കാൻ നിന്നെ ദൈവം ഉപയോഗിക്കുന്നു എന്ന് പ്രവചിച്ച് ഞാൻ പറയുന്നു. ഏറ്റെടുത്ത് സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. അങ്ങനെ ജയില് തുറന്നു. ജയിലിൽ കിടന്നവരുടെ ചങ്ങലകൾ അഴിഞ്ഞു. ചരിത്രത്തിൽ ഉണ്ടാകാത്ത കാര്യമല്ലേ? സുവിശേഷത്തിന്റെ ശക്തി എത്ര വലുതാ! ആർക്കിതിനെ തടയാൻ പറ്റും? രക്ഷ പ്രാപിച്ച ദൈവമൈതലേ, നിന്നെ ബന്ധിക്കാൻ കഴിയില്ലെന്ന് ഇന്ന് രാത്രി കുറിച്ചിട്ടോ. മറ്റു മതം പോലെ ഒരു മതമൊന്നും അല്ല ഇത്. തൊട്ട പൊള്ളുന്ന മാർഗമാണ്. ഹല്ലേലൂയ. രക്ഷയുടെ സന്തോഷം, രക്ഷയുടെ ശക്തി. അവർ പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചു.
അവരിത്രയൊന്നും വരുമെന്ന് വിചാരിച്ചില്ല. ജയിലിൽ കൂടുതൽ അവർക്ക് പാട്ട് പാടിയത് ചങ്ങല പൊട്ടാനുമല്ല, ജയിൽ തുറക്കാനുമല്ല. ഹല്ലേലൂയ. അവരുടെ ആ വേദനയുടെ നടുവിൽ എന്നാ ചെയ്യുന്നേ? അവർ പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചു. പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ജയിലിനകത്തോട്ട് വ്യാപരിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ശക്തിക്ക് ഒരു കുറവും വന്നിട്ടില്ല. 2015 അത് വേണ്ടി വന്നാൽ ഇന്ന് രാത്രി വ്യാപരിക്കും. അത് ഇവിടെ വെച്ച് സംഭവിക്കാം, വീട്ടിൽ ചെന്നിട്ട് വേണമെങ്കിൽ സംഭവിക്കാം. ഒന്നങ്ങ് വിശ്വസിക്കുക. പണ്ടത്തെ പോലൊരു നല്ല കാലം നമ്മുടെ ഇടയിൽ വരുമെന്നങ്ങ് വിശ്വസിക്കുക. ചില ചങ്ങലകൾ മുറിയുമെന്ന് വിശ്വാസത്താൽ കാണാം. യേശുവിന്റെ രക്തത്താൽ ജയം. പെട്ടെന്ന് ജയിൽ സൂപ്രണ്ട് ഒച്ചയും ബഹളം തൊട്ട് നോക്കുമ്പോൾ ജയിൽ തുറന്നു കിടക്കുന്നു. എല്ലാം പോയല്ലോ ദൈവമേ, ജോലി പോകുമല്ലോ. ഈ കണ്ട ആൾക്കാരെല്ലാം വിടുതൽ പ്രാപിക്കുമ്പോൾ ഈ മനുഷ്യൻ ജോലി പോകുമല്ലോ എന്നാണ് വിചാരിക്കുന്നത്. മനുഷ്യരെല്ലാം സ്വാർത്ഥരാ. ഈ മനുഷ്യൻ ജോലി പോയി ദുരഭിമാനം നിമിത്തം ജോലി പോയിട്ട് നാണം കെട്ട് ജീവിക്കണ്ടെന്നോർത്ത് ആത്മഹത്യ ചെയ്യാമെന്ന് വിചാരിച്ചു. വാളൂരി തന്നെത്താൻ കൊല്ലാൻ ഭാവിച്ചു. പെട്ടെന്ന് ദൈവദാസൻ ചാടി വീണു. നിനക്കൊരു ദോഷവും ചെയ്യരുത്. ഒറ്റ മനുഷ്യൻ പോയിട്ടില്ല. ഈ ബന്ധനം അഴിച്ചത് ദൈവമാണ്, തീവ്രവാദികളല്ല. ദൈവം കെട്ടഴിച്ചവൻ അങ്ങനെ ഓടുകയില്ല. അവൻ എങ്ങോട്ട് ഓടാൻ? പ്രീസലോ. ഈ ബന്ധനം അഴിച്ചത് പരിശുദ്ധാത്മാവാണ്. അവർ ഒളിച്ചോടാൻ വേണ്ടി വന്നതല്ല, അവർ ഫേസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് വന്നത്. അവരോടിയില്ല. അതേസമയം തീവ്രവാദികൾ കൊണ്ടുവന്ന് ബോംബിട്ട് ജയിലിൽ പൊളിച്ചതാണെങ്കിൽ മുഴുവൻ പേര് ഓടിപ്പോയി. പരിശുദ്ധാത്മാവ് ഒരുത്തന്റെ കെട്ടഴിച്ചാൽ അവൻ ഓടത്തില്ല, അവൻ നിൽക്കും. അവരവിടെ നിന്നു. ദേവദാസൻ അവരോട് പറഞ്ഞു, ഞങ്ങളൊന്നും പോകത്തില്ല. ഉടനെ ചോദിക്കുക, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഒന്ന് വായിച്ചേരെ. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നവർ പറഞ്ഞു. രക്ഷയെക്കുറിച്ചുള്ള 4ാമത്തെ കുറിപ്പ്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുവാൻ ഇന്ന് രാത്രി ദേശത്തോട് ഒരു സുവിശേഷകൻ, ഇവിടെ ഇരിക്കുന്ന സുവിശേഷകന്മാരുടെ പിൻബലത്തോടുകൂടി ആഹ്വാനം ചെയ്യുകയാണ്. രക്ഷ പ്രാപിപ്പാൻ ഒരു നാമമേ ഉള്ളൂ. ആ നാമത്തെ വിളിച്ചപേക്ഷിച്ച് രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ നിങ്ങളെ സ്നേഹത്തോടെ പ്രബോധിപ്പിക്കുന്നു. പാപത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും, രോഗത്തിൽ നിന്നും, മരണത്തിൽ നിന്നും, നരകത്തിൽ നിന്നും രക്ഷിപ്പാൻ യേശു മാത്രം രക്ഷകൻ. ഇന്ന് രാത്രിയിൽ രക്ഷ പ്രാപിപ്പാൻ ദൈവം നിങ്ങളെ വിളിക്കുന്നു. എങ്ങനെ പ്രാപിക്കാം? ഈ ജയിൽ സൂപ്രണ്ട് എന്ത് ചെയ്തു? അടുത്ത വാക്യത്തിൽ വായിച്ചു. പിന്നെ അവർ കർത്താവിന്റെ വചനം അവനോടും അവന്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. അതായത് രക്ഷ പ്രാപിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വചനത്തിലേക്ക് വരിക. അവൻ വചനം കേട്ടു. പാട്ടുപാടുന്നത് മാത്രമല്ല, കൈകൊട്ടുന്നത് മാത്രമല്ല, വചനം കേൾക്കണം. രക്ഷയ്ക്കുള്ള വഴി വചനം. രക്ഷയ്ക്കുള്ള വഴി വചനം. വചനത്തിലൂടെയാണ് രക്ഷയിലേക്ക് വരുന്നത്. വചനം കേട്ടു. അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി. ഈ ദൈവദാസന്മാർക്ക് പീഡനം ഉണ്ടായില്ലേ? അവരോട് സ്നേഹവും സഹതാപവും ഉണ്ടായി. അവരെ ശുശ്രൂഷിച്ചു. താനും തനിക്കുള്ളവരൊക്കെയും താമസിയാതെ സ്നാനമേറ്റു. മനസ്സിലായോ? ഇതാ രക്ഷയ്ക്കുള്ള വഴി. 3 കാര്യം ഇപ്പൊ കണ്ടു. 1 വചനം സ്വീകരിക്കുക, 2 യേശുവിൽ വിശ്വസിക്കുക, 3 സ്നാനപ്പെടുക. ഇന്ന് വരെയും ഈ അനുഭവത്തിലേക്ക് വരാത്ത ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടോ? വചനം സ്വീകരിക്കുക, യേശുവിൽ വിശ്വസിക്കുക, സ്നാനമേൽക്കുക. വചനം സ്വീകരിക്കുക, യേശുവിൽ വിശ്വസിക്കുക, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമേൽക്കുക. അങ്ങനെ രക്ഷ പ്രാപിക്കുക. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും.
നമ്മൾ വായിച്ച വേദഭാഗത്തിൻ്റെ പകുതി മെസ്സേജേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഒന്നുകൂടെ പറയട്ടെ. 1 പത്രോസ് 1-ാം അധ്യായം 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ വേദഭാഗം. അതിലെ 9-ാം വാക്യം, ഒടുവിലത്തെ ഭാഗം വിവരിച്ചു. യേശുവിൽ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിച്ച് ആനന്ദമുള്ള ക്രിസ്തീയ ജീവിതത്തിലേക്ക് വരുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ഇനിയും ആ അനുഭവത്തിലേക്ക് വരുവാൻ ആർക്കും അവസരമുണ്ട്. ആർക്ക് വേണമെങ്കിലും ഈ അനുഭവം പ്രാപിക്കാം. എൻ്റെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ വീണ്ടും വിനയത്തോടെ പറയുകയാണ്. ജാതിയോ മതമോ സ്വഭാവമോ വിഷയമല്ല. യേശു എല്ലാവർക്കും വേണ്ടിയുള്ള രക്ഷകനാണ്. സകല ജാതികളുടെയും മുൻപാകെ ഒരുക്കിയിരിക്കുന്ന രക്ഷ, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള സന്തോഷ വർത്തമാനമാകുന്ന രക്ഷ. ഈ രക്ഷ പ്രാപിപ്പാൻ മതം പ്രശ്നമല്ല, ജാതി പ്രശ്നമല്ല, പ്രായം പ്രശ്നമല്ല. കർത്താവായ യേശുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിപ്പാൻ ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ രക്ഷകന്റെ അടുക്കിലേക്ക് വിളിക്കുന്നു. അരികത്തോ അകലെയോ ഞങ്ങളെ കേൾക്കുന്ന സ്നേഹിതരെ, നിങ്ങൾ രക്ഷ പ്രാപിച്ചിട്ടുണ്ടോ? അപ്രതീക്ഷിതമായ സമയത്ത് മരണം വന്ന് നമ്മളെ തട്ടിക്കൊണ്ടുപോകും. അതിനു മുമ്പ് രക്ഷ പ്രാപിക്കുകയും എന്ന് ഒരിക്കൽ കൂടെ ഗൗരവമായി ഓർമ്മപ്പെടുത്തും. ഇനി രക്ഷ പ്രാപിച്ചവരെ കുറിച്ച് തുടർന്നുള്ള കാര്യം എന്താണ്? 3-ാം വാക്യം മുതൽ ഒന്നുകൂടെ വായിക്കാമോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഇത് വിശദീകരിക്കാൻ 1 മണിക്കൂർ വേണം. എങ്കിലും ഒരു ചെറിയ വിശദീകരണം തന്ന് ഞാൻ ഉദ്ദേശിച്ച സമയത്ത് നിർത്താൻ പോവുകയാണ്. അവിടെ ചില വാക്കുകളിന് ഫുൾ സ്റ്റോപ്പ് ഇല്ലാത്ത വാചകമായതുകൊണ്ട് ഇച്ചിരി പാടാണ് സാധാരണക്കാർക്ക്. കൂടെ വായിച്ചവർക്ക് കുഴപ്പമില്ല. ഒന്നുകൂടി ഒന്ന് ശ്രദ്ധയോടെ നമുക്ക് നോക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ, പിതാവ് പുത്രനെ ലോകത്തിലേക്ക് അയച്ച് ഈ രക്ഷ ഒരുക്കിയതിന് നന്ദി, അതാ പറയുന്നത്. അടുത്തത് വായിച്ചേ. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ, അത്രയും ഞാനൊന്ന് പറയട്ടെ, ക്രിസ്തുവിന്റെ മരണത്താലും പുനരുത്ഥാനത്താലും തന്റെ കരുണാധിക്യപ്രകാരം, അതായത് ദൈവത്തിന് മനുഷ്യനോടുള്ള കരുണ കൊണ്ടാണ് യേശുവിനെ കുരിശിൽ മരിക്കാൻ അയച്ചത്. ഓക്കെ, തന്റെ കരുണാധിക്യത്താൽ നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക്. അവിടെ നിന്ന് നിർത്തിക്കേ. അന്ത്യകാല രക്ഷ, വെളിപ്പെട്ടിട്ടില്ലാത്ത രക്ഷ, വെളിപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ. അപ്പോൾ ആത്മരക്ഷ പ്രാപിച്ചു എന്ന് 9-ാം വാക്യത്തിലും അന്ത്യകാലത്ത് വെളിപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ എന്ന് 4-ാം വാക്യത്തിലും പറയുമ്പോൾ ഇതേതാ സാധനം? രക്ഷയ്ക്ക് ഒരു മറ്റൊരവസ്ഥയുണ്ട്. അത് എബ്രായർ 9:28 ഇങ്ങനെ വായിക്കുന്നു: തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി യേശു രണ്ടാമത് പ്രത്യക്ഷനാകും. സമയക്കുറവുകൊണ്ട് വായിപ്പിക്കുന്നില്ല. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി യേശു രണ്ടാമത് പ്രത്യക്ഷനാകും. അപ്പോൾ കർത്താവിൻ്റെ മടങ്ങിവരവിനോട് ബന്ധപ്പെട്ട് ഒരു രക്ഷയെക്കുറിച്ച് പറയുന്നു. അതെന്താണെന്നറിയാമോ? നമ്മുടെ ശരീരത്തിൻ്റെ രൂപാന്തരമാണ്.
9-ാം വാക്യത്തിൽ ആത്മരക്ഷ കിട്ടി. യേശു മടങ്ങി വരുമ്പോൾ ശരീരത്തിൻ്റെ രക്ഷ കിട്ടും. അപ്പം ആത്മരക്ഷ കിട്ടിയാലും ശരീരത്തിൻ്റെ പ്രയാസങ്ങളൊക്കെ ഇങ്ങനെ വന്നും പോയി ഒക്കെ നിൽക്കും. കർത്താവ് വരുമ്പോൾ രക്ഷ പൂർണ്ണമാവും, ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് പ്രാപിക്കും. അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്നു. ഇതൊന്ന് പഠിപ്പിക്കണമെന്ന് എനിക്കുണ്ട്. ആ രക്ഷയിലേക്ക് നിങ്ങളെ എത്തിക്കാൻ ഇവിടെ ഒരു സെക്യൂരിറ്റിയെ തന്നിട്ടുണ്ട്. ആ സെക്യൂരിറ്റി അവിടെ വായിച്ചത് ദൈവശക്തിയാണ്. ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾ, ആത്മരക്ഷ പ്രാപിച്ചവരെ കർത്താവിൻ്റെ വരവ് വരെ സംരക്ഷിക്കാൻ ഒരു പവർ ഇവിടെ തന്നിട്ടുണ്ട്. ആ പവറാണ് ദൈവശക്തി. അതിനെക്കുറിച്ച് യൂദ ലാസ്റ്റ് വാക്യത്തിൽ പറയുന്നു, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിക്കുന്ന ശക്തി. സ്തോത്രം, 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 സ്തോത്രം. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പം ആത്മരക്ഷ വിശ്വാസത്താൽ പ്രാപിച്ചാൽ വരാൻ പോകുന്ന രക്ഷ പ്രാപിക്കുവോളം നിങ്ങളെ സൂക്ഷിക്കാൻ പരിശുദ്ധാത്മ ശക്തി ലഭിക്കും. ഇത്രയും മനസ്സിലായെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇനി അടുത്ത വാക്യം വായിച്ചു. സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അതായത് വരുംകാല രക്ഷയിൽ, കർത്താവിൻ്റെ വരവിൽ നമുക്ക് സ്വർഗീയ അവകാശം കിട്ടും. ഇതെല്ലാം അക്കമിട്ട് പറഞ്ഞാൽ ഭയങ്കര ആനന്ദകരമായ വിഷയമാണ്. ശ്രദ്ധിച്ച്, സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അവകാശം, ക്ഷയം ഇല്ലാത്ത അവകാശം, മാലിന്യം ഇല്ലാത്ത അവകാശം, വാട്ടമില്ലാത്ത അവകാശം. ഇത് എവിടെ സൂക്ഷിച്ചിരിക്കുന്നു? അതുകൊണ്ടാണ് ക്ഷയം ഇല്ലാത്തത്, അതുകൊണ്ടാണ് വാട്ടം മാലിന്യം ഇല്ലാത്തത്. അപ്പോൾ സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അവകാശത്തിന് വേണ്ടിയാണ് ഈ ആത്മരക്ഷ തന്നത്. അതിന് വേണ്ടിയാണ് ഈ രക്ഷയിലേക്ക് നയിച്ചത്. അതിന് വേണ്ടിയാണ് വീണ്ടും ജനിപ്പിച്ചത്. ഇനി ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചേ, ഈ ഭൂമിയിൽ ഭൗതിക നന്മ തരാനല്ല രക്ഷയിലേക്ക് വിളിച്ചത്, സ്വർഗീയ അവകാശം തരാനാണ്. അപ്പോൾ ഭൗതികം കിട്ടുകയാണെങ്കിൽ മേടിച്ചു. എന്നാൽ ഇത് തരംതിരിച്ച് പറഞ്ഞു തരാം. ഞാൻ ഒരു സിമ്പിൾ ചോദ്യം ചോദിക്കുക. ഇപ്പം ഇന്ത്യയിൽ രക്ഷിക്കപ്പെട്ട വിശ്വാസികളാണോ രക്ഷിക്കപ്പെടാത്തവരാണോ കോടീശ്വരന്മാരെ? എന്നാ വേണ്ടാത്ത? രക്ഷിക്കപ്പെടാത്തവരാ. അങ്ങനെയാണെങ്കിൽ ഒരു നല്ല വീട് കിട്ടിയ ഉടനെ വിശ്വാസി വന്നിട്ട് ദൈവം മാനിച്ചതാണെന്ന് വലിയ കാര്യമായിട്ട് പറയണോ? അല്ല, പറയണമെന്ന് ഞാൻ ചോദിക്കുന്നു. വിശ്വാസി വരാത്തവർക്ക് കിട്ടിയതപ്പോൾ ആര് കൊടുത്തതാ? ഉള്ള സന്തോഷം പോയല്ലേ? എല്ലാം കുളമാക്കി ദൈവമേ. നല്ലൊരു പ്രസംഗമായിരുന്നു. 9 മണി ആകപ്പേ അത് എല്ലാം കൊണ്ട കളഞ്ഞു. പക്ഷെ സത്യം പറഞ്ഞു തരിക കേട്ടോ, അംബാനി പണിതിരിക്കുന്ന വീട് എന്തോട്ട് വീടാ. അപ്പോൾ പിന്നെ എൻ്റെ പാസ്റ്റർ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെ? ഞങ്ങൾക്കൊരു വീട് കിട്ടി, ദൈവം അതെ ദൈവം തന്നു ആണെന്ന് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന് അത്ര വലിയ പ്രാധാന്യം കൊടുക്കണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അത് സംശയമുണ്ട്, വ്യക്തിയോട് ചോദിച്ചാൽ പറഞ്ഞുതരാം. കാരണം ഇത് ചിലപ്പോൾ നാളെ നമ്മുടെ കയ്യിൽ പോയിരിക്കുന്നേ. അന്നേരം ഈ സന്തോഷം പോകരുത്. അതിനാ ഇതൊക്കെ പറഞ്ഞു തരുന്നത്. അത്യാവശ്യം തളർക്കയില്ല, മന്ത്രിവെളിയിൽ അനുഭവം ഉണ്ടാകത്തില്ല, കന്നുകാലികൾ ഗോശാലയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും, എന്നാലും എൻ്റെ സന്തോഷം പോകത്തില്ല. ഞാൻ യഹോവയിൽ ആനന്ദിക്കും. ഈ ഒരു ഉപദേശത്തിലാണ് ഈ അടുത്ത കാലത്ത് ഇച്ചിരി കുഴപ്പം പറ്റി കിടക്കുന്നത്.
ഈ പ്രോസ്പിരിറ്റി ഒക്കെ കയറി അങ്ങ് അടിച്ച് തകർത്തിട്ടിരിക്കുക. കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. കാരണം നിങ്ങൾ എൻ്റെ യോഗത്തിൽ സൈക്കിളെ വന്നാൽ നിങ്ങൾ തിരിച്ച് കാറിൽ പോകും, ഉറപ്പാ. കാറിൽ വന്നാലോ ആംബുലൻസിൽ പോകും. ഇതെല്ലാം മോഹന വാഗ്ദാനങ്ങളും പ്രലോഭനങ്ങളുമാണ്. യേശു പറഞ്ഞത് കുരിശെടുത്തിട്ട് പിന്നാലെ വരാൻ മനസ്സുള്ളവർ വന്നാൽ മതി. ദൈവം തമ്പുരാനെ ഇത് നശിപ്പിക്കല്ലേ, വെറുതെ ഉപദേശം കുഴയ്ക്കല്ലേ. എന്നാലും പാസ്റ്ററെ ഒരു നന്മ ദൈവം തരികയല്ലേ? തരും. മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പി, അതോടുകൂടെ സകലവും ഇല്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ജീവിച്ചു പോകാനുള്ളത് തരും. നിന്റെ പ്രതിഫലം സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ടെന്നറിഞ്ഞ് സമ്പത്തുക്കളുടെ അപഹാരം സന്തോഷത്തോടെ അവർ സഹിച്ചു. 3, 4, 5 വാക്യം ഒന്ന് വിവരിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ. ആ തന്നെ എന്നുള്ളിടത്താ വരയിടുന്നത്. അതിനുവേണ്ടി മാത്രം വിശ്വാസി കൊണ്ടുവന്നത്. ഏതിനു വേണ്ടി? സ്വർഗീയ അവകാശത്തിന് വേണ്ടി. ഒരു നല്ല ഹല്ലേലൂയ പറയാവോ? അപ്പൊ സ്വർഗത്തിലെ അവകാശത്തിന് വേണ്ടി നമ്മളെ രക്ഷിച്ചിരിക്കുന്നു. അവിടെ എത്തുന്നത് വരെ സൂക്ഷിക്കാൻ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നു. ആത്മരക്ഷ പ്രാപിച്ചവർക്ക് സ്വർഗത്തിലൊരു അവകാശം സൂക്ഷിച്ചിരിക്കുന്നു. അവിടെ എത്തുന്നത് വരെ നടത്താൻ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിന്റെ ബാലപാഠങ്ങളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി 3ാമത്തെ സ്റ്റേജും കൂടെ പറയാം. ഈ ആത്മരക്ഷ പ്രാപിക്കുകയും ശരീരത്തിന്റെ രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ ദേഹിയുടെ രക്ഷ അഥവാ വർത്തമാനകാലത്തിലെ ഒരു അനുഭവം, അതിന്റെ പേര് എന്തേലും ആട്ടെ, അതാണ് അടുത്ത വാക്യം. അതോടെ അങ്ങ് വായിച്ചേച്ച് അവസാനിപ്പിച്ചേക്കാം. അതിൽ നിങ്ങൾ അതിൽ എന്ന് പറയുന്നത് തന്നെ വിവരിച്ച് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ എന്ന് പറഞ്ഞാൽ ഏതിൽ? ഈ സ്പിരിച്വൽ പ്രോസസ്സിങ്ങിൽ എന്നാണ്. അതായത് ആത്മരക്ഷ പ്രാപിച്ചു, വീണ്ടെടുപ്പ് പ്രാപിച്ചിട്ടില്ല, ശരീരത്തിന് വീണ്ടെടുപ്പ് പ്രാപിച്ചിട്ടില്ല. അവിടെ വരെ എത്താനുള്ള ഈ പ്രോസസ്സിങ്, ആ ടൈമിൽ അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. ഇതൊക്കെ കാണാപ്പാടം പഠിക്കണം. അതിൽ എന്ന് പറഞ്ഞാൽ ഏതിൽ? എബ്രായർ 2:10 കൂടി ഒന്ന് വായിച്ചേ. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ സമയം ലാഭിക്കുന്നു. പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ കാൽവറിയിൽ കൂടെ രക്ഷിച്ച് തേജസ്സിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുക. എന്നോട് പറയാം, പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ കാൽവറി കൊണ്ട് രക്ഷിച്ച് തേജസ്സിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുക. അതിൽ നിങ്ങളിപ്പോൾ ഏതിൽ? തേജസ്സിലേക്കുള്ള വഴിമധ്യത്തിൽ, തേജസ്കരണം പ്രാപിക്കുവാനുള്ള ഈ റൂട്ടിൽ നിങ്ങളിപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാൽ, പ്രിയപ്പെട്ടവരെ, നാനാ പരീക്ഷ, രോഗദുഃഖങ്ങൾ, കഷ്ടങ്ങൾ, നിന്ദകൾ, അപമാനങ്ങൾ, പീഡനങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, തെറ്റിദ്ധാരണകൾ, പ്രയാസങ്ങൾ, ഇതെല്ലാം വരുമ്പോൾ ഓർത്തോണം, നാം തേജസ്സിലേക്കുള്ള വഴിയില്ല. നാം തേജസ്സിലേക്കുള്ള വഴിയില്ല. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നാം തേജസ്സിലേക്കുള്ള വഴിയില്ല. അപ്പൊ ഒരു വാക്യം അവിടെ ചേർക്കണം, എടുത്ത് വായിക്കാൻ നേരമില്ല. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല, സാരമില്ല, സാരമില്ല. തേജസ്സിലേശുവിന്റെ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം അസന്നമേ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം
ആസന്നമേ അതന്നാശയേ ആനന്ദമേ അതൻ പ്രത്യാശയിൽ പ്രഭാതമേ അതന്നാശയേ ആനന്ദമേ അതൻ പ്രത്യാശയിൽ പ്രഭാതമേ. ആ പാട്ട് തന്നെ നമ്മൾ പാടാൻ പോവാ, അവസാനിപ്പിക്കാൻ പോവാ. അതിൽ നിങ്ങളിപ്പോൾ, അതിൽ എന്ന് പറഞ്ഞാൽ തേജസ്കരണത്തിൻ്റെ പാതയിൽ അല്പപ്രയാസങ്ങളുണ്ട്, കഷ്ടങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഇല്ലാത്തൊരു ക്രിസ്തീയ ജീവിതം പ്രതീക്ഷിക്കരുതേ. എൻ്റെ കൃപ നിനക്ക് മതി എന്നരുളി ചെയ്തവൻ നമ്മളോട് ഇന്ന് രാത്രി പറയുക, എൻ്റെ കൃപ നിനക്ക് മതി. പ്രതികൂലങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവിലൂടെ കടന്നു പോകുന്ന വിശ്വാസി, കർത്താവ് നിന്നോട് പറയുന്നു, എൻ്റെ കൃപ നിനക്ക് മതി. അതിൽ നിങ്ങളിപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. മതി. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, ഒരു സമർപ്പണം ചെയ്യാം. കൊയറ പാട്ടൊന്ന് പാടുമ്പോൾ അവരോട് ചേർന്ന് നമുക്ക് കരങ്ങൾ അടിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ, രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചാട്ടെ. ഹല്ലേലൂയ. നിങ്ങളൊക്കെ ഈ മഞ്ഞുള്ള ദിവസത്തിൽ ഈ യോഗത്തിന് വന്നതിന് നന്ദി. കൈ പൊക്കാൻ ആരോഗ്യം ഉണ്ടെങ്കിൽ, കൈക്ക് വിഷമം ഇല്ലെങ്കിൽ 1-2 മിനിറ്റ് ഒന്ന് പൊക്കി പിടിച്ചാട്ടെ. സ്തോത്രം, സ്തോത്രം. മനസ്സിൽ അല്പനേരം സ്തോത്രം ചെയ്താട്ടെ. ദൈവം നമുക്ക് ഇത്ര ആരോഗ്യം തന്നില്ലേ? ഒന്ന് രണ്ട് മിനിറ്റ് ആ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച് ഹൃദയം ഒന്ന് ഏകാഗ്രമാക്കിക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിക്കൊണ്ട് നിൽക്കുക. അത് ഒന്ന് കർത്താവിനെ ഒന്ന് നോക്കി, ഒന്ന് കർത്താവിനെ ഒന്ന് നോക്കി. യേശുവേ രക്ഷാദായക, നിന്റെ സന്നിധേ വരുന്നു, എന്റെ പാപഭാരവുമായി വല്ലഭാരക്ഷയേ, എന്റെ പാപഭാരവുമായി വല്ലഭാരക്ഷയേ. ഉന്നതി മണ്ണിൽ താഴുവന്നവനെ, ഉന്നതി മണ്ണിൽ താഴുവന്നവനെ, എനിക്കായിട്ടല്ലയോ ക്രൂശിൽ ജീവനെ തന്നത്, എനിക്കായിട്ടല്ലയോ ക്രൂശിന്റെ ജീവനെ തന്നത്. അടുത്ത വരി സമർപ്പണത്തോടെ പുറത്തു നിൽക്കുന്നവർക്കും ദൂരെ നിൽക്കുന്നവർക്കും പറ്റുമെങ്കിൽ കൈകൾ ഉയർത്തിക്കൊണ്ട്, എന്നെ നോക്കണ്ട, പാട്ടുപാടുന്നവരെ നോക്കണേ, കർത്താവിനെ നോക്കിയിട്ട് ഇങ്ങനെ പറ, സ്വീകരിക്കായ ആത്മാദേഹിദേഹത്തെയും സ്വീകരിക്കായ ആത്മാദേഹിദേഹത്തെയും താഴുന്നു നിൻ കൈകളിൽ,
നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. രക്ഷകനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. ആത്മരക്ഷ പ്രാപിക്കുവാൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാമോ? കർത്താവായ യേശുവേ, അങ്ങ് മാത്രം രക്ഷകൻ, വേറൊരു രക്ഷകനില്ല. ജാതി മത വ്യത്യാസമില്ലാതെ പാപിയെ രക്ഷിപ്പാൻ ഭാരതിൽ വന്നവനെ, അങ്ങയുടെ കാൽവറി മരണത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. യേശുവിനെ ഞാൻ ഇന്ന് രാത്രി എൻ്റെ രക്ഷകനായി സ്വീകരിക്കുന്നു. എനിക്ക് ലഭിക്കാൻ പോകുന്ന തേജസ്സിലേക്ക് ഇന്ന് രാത്രി ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. ആമേൻ.